പറ്റുമോ? ഞാൻ അങ്ങനെ ഒരു ഹൈ പ്രൊഫൈലിന്റെ പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. പക്ഷെ ഞാൻ സാൽവിനോട് ചോദിച്ചു എനിക്കൊന്ന് വരണം. കാരണം ഞാനൊരു 250ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വരണമെങ്കിൽ ഞാൻ ഇതിനെ എത്രത്തോളം പേഴ്സണലായിട്ട് കാണുന്ന നിങ്ങൾ ആഗ്രഹിക്കും അറിയാം. കാരണം എന്റെ മക്കൾ കണ്ടു വളരേണ്ടത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കണ്ടു വളരുന്ന ഒരു സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ലഹരിയേക്കാൾ അപ്പുറം സാധാരണ മനുഷ്യരുടെ ജീവിതം ലഹരിയായിട്ട് തോന്നുള്ളൂ. അപ്പനെയും അമ്മയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കാൻ പറ്റുന്ന മക്കളായിട്ട് എന്റെ മക്കൾ പറയണമെങ്കിൽ ഇവർ ഞങ്ങളെ മാത്രം കണ്ടാൽ പോരാ, ഞങ്ങൾ ഇടപെടുന്ന സമൂഹത്തെ കാണണം. റേഷൻ കടയിൽ ക്യൂ നിന്നിട്ട് കാലിസഞ്ചിയുമായിട്ട് പോകുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണണം. ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണണം. ആശാവർക്കർമാരെ കാണണം. ഇവരെ പഠിപ്പിച്ച അംഗൻവാടി വർക്കേഴ്സിനെയും ടീച്ചേഴ്സിനെയും കാണണം. സാധാരണ മനുഷ്യരെ കണ്ടു വളരുന്നവനെ കുറെ കൂടി നന്മയുള്ള മനുഷ്യരായിട്ട് വളരാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവിലാണ് വരുന്നത്. ഞങ്ങളെ സ്വീകരിച്ച നിങ്ങളോട് നന്ദി പറയുന്നു. എന്റെ മക്കളുടെ 1 വർഷത്തെ സമ്പാദ്യമാണ് പാട്ടപ്പിരിവുകാരെന്ന് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിച്ചപ്പോ ആലുവ ഗവൺമെന്റ് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ KSRTC സ്റ്റാൻഡിന്റെ മുമ്പിലൊക്കെ 2002-2003 കാലഘട്ടം എന്ന് പറഞ്ഞാൽ 22 വർഷം മുമ്പ് സാൽവിനൊക്കെ ഒരു കുഞ്ഞി പാട്ട വെച്ച് കിളിക്കി നിൽക്കും. അപ്പൊ ഞാൻ ചോദിക്കും, സാൽവിൻ ഈ പാട്ട കൊണ്ട് സംഘടനാ പ്രവർത്തനം നടക്കുന്നു? അപ്പൊ സാൽവിൻ പറയും, ഈ പാട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിർത്തും, ഇതുകൊണ്ട് നടക്കുന്നത് നടത്തും, അത് കഴിയുമ്പോൾ തീരുമ വീണ്ടും വരുമെന്ന്. അപ്പോ ബക്കറ്റ് പിരിവിൽ നിന്ന് മാസപ്പടിയിലേക്ക് വളർന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പാട്ടപ്പിരിവ് നടത്തി പാവപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് സമരം നടത്തുന്നവരെ തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തലമുറ ഈ നാട്ടിലുണ്ടെന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ മക്കളുടെ 1 വർഷത്തെ കൂട്ടിയിരിപ്പ് അവരുടെ ബർത്ത്ഡേക്ക് അവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ കൂട്ടിവെച്ചത് നിങ്ങൾക്ക് തരികയാണ്. ഇനി ഒരു സമരം അടുത്ത കൊല്ലം ഇതുപോലെ സെക്രട്ടേറിയറ്റിന് പുറത്തുണ്ടെങ്കിൽ അന്നും ഞങ്ങൾ ഞങ്ങളുടെ കുടുക്കയായിട്ട് വരും. കാരണം യാതൊരു മനുഷ്യനും ഉപകാരം ചെയ്യാത്ത ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമുള്ളതാണ് ഇത്തരത്തിലുള്ള ജനകീയ സമരത്തിനെ പിന്തുണയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. എന്റെ മക്കൾ നിങ്ങളുടെ സമരസമിതി നേതാക്കൾക്ക് ഇത് തരും. ഞങ്ങളെ സ്വീകരിച്ചതിന്, നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകും.